നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയുടെ പാർട്ട് 2 ക്വസ്റ്റനെയേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ആൻസേഴ്സ് ഒക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does a twin flame journey end and do both souls leave this life at the same time? No, it's a big no. Okay, ജേണി ഉണ്ടാവുന്ന എപ്പോഴും യൂണിയനിലാണ്. പലരും പറയാറുണ്ട് യൂണിയൻ ഇല്ല, യൂണിയൻ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ഇത്ര ഇഷ്യൂസ് ഉണ്ട്. നോ, നിങ്ങളുടെ സോൾ ഒന്നാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ട്വിൻ ഫ്ലെയിമിനെ മാത്രമാണ്, ട്വിൻ സോളിനെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങളുടെ സോൾ ക്രിയേറ്റ് ചെയ്ത കാലം മുതൽ മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങളെ ഫോറെവർ നിങ്ങളുടെ മാരേജ് പാർട്ട്ണർ അല്ലെങ്കിൽ ഫോറെവർ നിങ്ങളുടെ സോളിൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണ് നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂണിയൻ ഉണ്ടാവാറുണ്ട് എല്ലാ ട്വിൻ ഫ്ലെയിം ജേണിയിലും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യം, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇല്ല, മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ പോലും ഈ സോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, ഹീൽ ചെയ്യാനായിട്ട് ട്രിഗേഴ്സ് തരുന്നുണ്ടാവും. ബിക്കോസ് അതങ്ങനെയാണ്, ഒരു സോൾ ഇല്ലാതെ വേറൊരു സോളിന് എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സോൾ ഒറ്റയ്ക്കൊന്നും ഒരിക്കലും ഭൂമി വിട്ട് തിരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകില്ല. കാരണം നിങ്ങൾ ഒരുമിച്ചാണ് കോൺട്രാക്റ്റ് എടുത്ത് വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനും ചെയ്തു തീർക്കാൻ ഒറ്റ കർമ്മയാണുള്ളത്. പക്ഷെ ഇത്രയും കർമ്മങ്ങൾ പല ജന്മങ്ങളിൽ നിന്ന് എടുത്ത് വരുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ ഇന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് സോൾ കോൺട്രാക്റ്റിലേക്ക് വരുന്നുള്ളത്. പക്ഷേ ശരിക്കും നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് മറന്നു പോകുന്നുണ്ടാവും. പക്ഷേ ആ ടൈം മുതൽ നമ്മളെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മളുടെ സോളിനെ പഴയ കാര്യങ്ങളിലാണ് ചെയ്യിപ്പിക്കാനായിട്ടും കുറേയധികം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അതാണ് ഒരാൾ ട്വിൻ ഫ്ലെയിം ജേണിയിൽ അവേക്ക് ഉണ്ടാവുന്നതും ആ ഒരു സോളിലൊരു അവേക്കനിങ് വരുന്നതും പിന്നീട് ഇന്നോവോക്സ് ചെയ്യുന്നുള്ളതും. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണ്ടുമുട്ടിയാൽ എങ്ങനെ തിരിച്ചറിയാം? എഗെയിൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് നിങ്ങൾക്കൊരു മാഗ്നറ്റിക് ഫുൾ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരുമായിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഏതോ കാലം മുമ്പ് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ കാലം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് നിന്നവരായിരുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടല്ലേ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് ഫീൽ ചെയ്യും. യു ഫീൽ ലൈക്ക് യുവർ ട്വിൻ ഫ്ലെയിം ഈസ് യുവർ ഹോം. ഓക്കെ, ഒരു ഹോമി വൈബ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു വീട് വിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും ഒരു സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞോളൂ. സോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരുന്നൊരു പ്രതീതിയായിരിക്കും സെപ്പറേഷൻ ടു റീയൂണിയൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേഷനിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. തിരിച്ച് റീയൂണിയൻ ആവുന്ന സമയത്തായിരിക്കും നമുക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ട്വിൻ ഫ്ലെയിംസ് ആൻഡ് ഫോൾസ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുക. ഒരുപാട് ഫേക്ക് വീഡിയോസ് ആൻഡ് സിംറ്റംസ് ആണ് പറയുന്നത്. സോ പ്ലീസ് എക്സ്പ്ലെയിൻ. ഓക്കെ, ഫസ്റ്റിലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഫീൽ ചെയ്യും. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യും. തേർഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരില്ലാതെ പറ്റത്തില്ല. അതായത് ഒരു സെപ്പറേഷൻ ഫേസിലാണെങ്കിലും നിങ്ങൾക്കൊരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് എന്തോ ഒന്ന് സംതിങ് എനിക്ക് മിസ്സിങ് ആണ്, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഫോർത്ത് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിംസ് എല്ലാ മിസ്റ്റേക്സും ഫൊർഗീവ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എത്രയൊക്കെ വലിയ ഇപ്പം നിങ്ങൾ വളരെ പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് നിങ്ങൾ പറഞ്ഞു, അത്രയ്ക്കും ഹേർട്ടായിട്ടുള്ളൊരു കാര്യം പോലും അവരത് ഫൊർഗീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഫോൾസ് ട്വിൻ ഫ്ലെയിംസ് അവിടെ മിസ്റ്റേക്സ് അലൗഡ് അല്ല, നിങ്ങളോട് ഫൊർഗീവ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളെ വളരെയധികം എന്താ പറയുക ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു എനർജീസ് ആയിരിക്കും. നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് അതിനെല്ലാം ഉപരി നിങ്ങളുടെ ബോഡീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് പറയുന്നുണ്ടാവും ദിസ് ഈസ് നോട്ട് മൈ ട്വിൻ ഫ്ലെയിംസ്. അതേസമയം നിങ്ങളുടെ ട്രൂ ട്വിൻ ഫ്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സോൾ ലെവലിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്ന ടൈം മുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള ട്വിൻ സോളിന് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിനെ വിട്ട് കളയാനായിട്ടുള്ള ഒരു മനസ്സും ഉണ്ടാവില്ല. ഓക്കെ, കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ അട്രാക്ട് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ഹയർ വൈബ്രേഷൻ വേണം. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കാർമിക് ലെസൺസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിനും ഒരു വൈബ്രേഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക്
ഇത്ര കാര്യങ്ങൾ ചെയ്ത് ഞാൻ ലേൺ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള രീതിക്ക്. ഓഫ് കോഴ്സ് നിങ്ങളുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക് ലെസൺസ് ഒക്കെ ക്ലിയർ ആവുന്ന ടൈമിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്പേസിൽ നിന്ന് നിങ്ങളെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് മസ്റ്റായിട്ടും ഉറപ്പായിട്ടും ഡിവൈൻ അല്ലെങ്കിൽ ഗോഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. എഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തതിന് ശേഷം അധികം നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സെപ്പറേഷൻ, ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് വരാറുണ്ട്, ലോങ് ഡിസ്റ്റൻസ് എന്നുള്ള രീതിക്കൊക്കെ. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ജേണിയുടെ ഒരു മെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം ജേണിയല്ല. പിന്നെ എല്ലാവരും പറയാറുണ്ട് ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ ട്വിൻ ഫ്ലെയിം ജേണിയാണെന്ന്. നിങ്ങൾ ഇന്നോവോക്സ് ചെയ്യുന്ന ടൈമിലും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൽ ഷിഫ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലാതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നമ്മൾ ആൻസർ പറഞ്ഞതല്ലേ നേരത്തെ. And first time after all these years I understood that I never loved myself. I thought it would change my onity alignment with the divine plan. See, firstly ദീപ്തി ബിനുവിൻ്റെ എനർജി 2210 ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ. സി, ഇയാൾ ഫസ്റ്റിലെ തന്നെ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സെൽഫ് ലവ് ആണ്. ബിക്കോസ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടാവും. ഫസ്റ്റിലെ എല്ലാത്തിനും ആധാരം എന്ന് പറയുന്നത് ജേണിയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തിലൂടെ മാത്രം നിങ്ങളുടെ ഉള്ളിൽ ഷിഫ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഹീൽ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ശിവപാർവതി പ്രണയം കണ്ടിട്ടുണ്ട്, അവരുടെ മാരേജ് കണ്ടിട്ടുണ്ട്. പാർവതി കുറേ ബർത്ത് എടുത്തതിന് ശേഷമാണ് ശിവനെ മാരേജ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അതിൽ കുറേ എഫേർട്ടുകളുണ്ട്, അവരുടെ കുറേ കാര്യങ്ങൾ, അവർക്ക് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സോ അങ്ങനെ അതുപോലെ തന്നെ അത് സെൽഫ് ലവിലൂടെയാണ്. അവർ കരഞ്ഞ് കാല് പിടിച്ച് ശിവന്റെ പുറകെ നടന്നിട്ടുണ്ട്. പിന്നീട് അവർ പിന്നെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നോവോക്സ് ആണ്. കാരണം അവർക്ക് റിയലൈസ് ആയി ഇന്നോവോക്സ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ എൻ്റെ ഉള്ളിലുള്ള പെയിൻസിനെയും ഇൻസെക്യൂരിറ്റീസിനെയും ഞാൻ റിലീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ പുറകെ നടന്ന് കരഞ്ഞ് കാല് പിടിച്ച് പോകരുതെന്ന് പറഞ്ഞ് അതിലൊന്നും കാര്യമില്ല. കാരണം ഇത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ എനർജി എന്താണോ അതായിരിക്കും ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ട്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു ഫിയർ ഉണ്ടെങ്കിൽ ആ ഒരു ഫിയറിനെ ഹീൽ ചെയ്യുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫിയർ പോകുമ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ ഉള്ളിലും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായോ? മിററിങ് ഇതാണ് മെയിനായിട്ടും പറയുന്നത്. നിങ്ങൾ മിററിങ്ങിൻ്റെ കാര്യവും ഇയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിററിങ്ങും ഇതാണ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു റിലേഷൻഷിപ്പ് ട്രോമാസ് ഉണ്ട്, ആ ഒരു ട്രോമാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനും സെയിം ഒരു റിലേഷൻഷിപ്പ് ട്രോമാസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനും സെയിം ട്രോമ ഉണ്ടാവാം. സെയിം ട്രോമ മീൻസ് നിങ്ങളുടെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനപ്പുറം അവർ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ടാവും. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് ഇങ്ങോട്ട് പറയുന്നുണ്ടാവും. അതാണ് മിററിങ്. സോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഭാഗത്തുനിന്നും പോസിറ്റീവ് ആക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. സോ ഡു ഹീലിംഗ്. ഓക്കെ, heal yourself first. Next, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും. വാട്ട് അബൌട്ട് യുവർ ട്വിൻ ഫ്ലെയിം? വാട്ട് അബൌട്ട് മൈ ട്വിൻ ഫ്ലെയിം? I don't know. Thank you.